പാലക്കാട് അതിന്റെ ജനാധിപത്യ മഹോത്സവത്തിന് അത് അവിടെ എന്താണ് കൊടിയുയരാൻ പോകുന്ന അല്പസമയത്തിനകം. അനുജ, ഇന്നലെ കൂടി കൂട്ടിക്കൃത്യം 35 ദിവസം എന്ന് പറഞ്ഞാൽ ആ നിശബ്ദ പ്രചരണ ദിവസം അടക്കം ഏതാണ്ട് ഒരു 30 ദിവസവും അവിടുന്ന് ബ്രേക്കിംഗ് വാർത്തകളുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ തുടങ്ങിയതാണ്. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പിന്നീട് കൂടുമാറ്റങ്ങൾ, അത് ഏതാണ്ട് അവസാന നിമിഷം സന്ദീപ് വാര്യർ എത്തി നിൽക്കുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നലെ എന്താകും എന്നുള്ളത് മിനിങ്ങാന്നൊരു വലിയ ചോദ്യമായിരുന്നു. അവസാനം ഇന്നലെയും ഒരു വലിയ ബ്രേക്കിംഗ് വാർത്തയുണ്ടായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞത് പാലക്കാടിന്റെ ചരിത്രത്തിൽ, പാലക്കാടിന്റെ ഇതുവരെയുള്ള ലോക്സഭാ നിയമസഭാ ഇലക്ഷൻ ചരിത്രത്തിൽ ഇത്രത്തോളം വീറും വാശിയും നിറഞ്ഞ, ഇത്രത്തോളം വാക്പോരുകൾ ഉണ്ടായ, ഇത്രത്തോളം ഹെവി വെയിറ്റുകൾ അവിടെ ഇറങ്ങി പ്രചരണം നടത്തിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. അങ്ങനെ ഒരു മാസം നീണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട്ടെ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ നിശബ്ദ പ്രചരണ ദിവസമായി ഇന്നലെ വരെ ഒരുപാട് വിവാദങ്ങൾക്ക് പാലക്കാട് സാക്ഷ്യം വഹിച്ചു. അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ 23-ാം തീയതിയാണ്. മോക്ക് പോളിംഗ് പലയിടത്തും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വിപുലമായ ടീം ആർ ശ്രീജിത്ത്, എസ് വിജയകുമാർ, ദീപക് ധർമ്മടം, തനേഷ് തമ്പി, നിഖിൽ പ്രമേഷ്, അശ്വിൻ പാലാഴി, വിപിൻ സി വിജയൻ, സി എച്ച് സുകുമാരൻ അടക്കം അവിടുത്തെ ഈ 3 പഞ്ചായത്തുകൾ, അവിടുത്തെ നഗരസഭയുടെ വിവിധഭാഗങ്ങൾ, ഓരോരോ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ടീം അവിടെ സെറ്റാണ്, സജ്ജമാണ്. ആദ്യം എസ് വിജയകുമാറിലേക്ക് പോകുന്നു. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. അവിടെ മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിയോ? എന്താണ് ഏറ്റവും ലാസ്റ്റ് ഒരുക്കത്തിന്റെ വാർത്ത, വിജയകുമാർ? ഹാഷ്മിയും അനുജ, ഗുഡ് മോർണിംഗ്. നമ്മൾ പാലക്കാട് പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജമായി കഴിഞ്ഞു. വോട്ടർമാർ ഇനി 7 മണിക്ക് ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തിയാൽ മതി. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ തന്നെയാണ്, മണപ്പള്ളിക്കാവിലെ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണ്. ഇവിടെയാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ 7 മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഇവിടെ മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായി, എല്ലാം സജ്ജമാണ്. ഇവിടെ 88, 89 2 ബൂത്തുകളാണുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, മോക്ക് പോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റുമാരും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിനകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ 2 ബൂത്താണ് ഇവിടെ ഉള്ളത്. രണ്ടിടത്തും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ ഈ പോളിംഗ് ബൂത്തുകളൊക്കെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരോട് വന്നത് സജ്ജമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവരും വളരെ ജാഗ്രതയോടെ, കാരണം ഇവിടെ പല പല പ്രശ്നങ്ങളുണ്ട്. ഹാഷ്മിയും അനുജയും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിരവധി വിവാദങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇരട്ട വോട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ചലഞ്ച് ചെയ്യും എന്നതാണ് പോളിംഗ് ഏജന്റുമാരൊക്കെ അറിയിച്ചിരിക്കുന്നത്. ചലഞ്ച് ചെയ്താലും പക്ഷേ ആ വോട്ട് അസാധുവായി കണക്കാക്കുകയോ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഇരട്ട വോട്ടുള്ളവർ സത്യവാങ്മൂലം നൽകണം. അവർക്ക് മറ്റെവിടെയും വോട്ടില്ല, മറ്റെവിടെയും വോട്ട് ചെയ്തിട്ടില്ല എന്ന ഒരു സത്യവാങ്മൂലം നൽകണം എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ വരണാധികാരി അറിയിച്ചിട്ടുണ്ട്. അതൊരു കാരണവശാലും അസാധുവായി പ്രഖ്യാപിക്കില്ല. നമ്മൾ ഈ കാണുന്നത് ഇവരൊക്കെ പോളിംഗ് ഏജന്റുമാരാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് വലിയ പിടിപ്പത് പണിയുണ്ട്. സാധാരണ പാലക്കാട് ഇത്രയുമൊന്നും ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, ഒരു രാഷ്ട്രീയ സിനിമയുടെ ഒരു ക്ലൈമാക്സ് പോലെയാണ് യഥാർത്ഥത്തിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അംഗം. അത് ഓരോ ദിവസവും മാറി മറിയുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഇരട്ട വോട്ട് അടക്കമുള്ള വിവാദങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല ജോലിയാണ്. മുഴുവൻ അത്തരം വോട്ടുകളും ചലഞ്ച് ചെയ്യേണ്ടി വരും. ചലഞ്ച് ചെയ്താലും അത് രേഖപ്പെടുത്തും, അസാധുവായി കണക്കാക്കില്ല. സത്യവാങ്മൂലം ആണ് അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് കളക്ടർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ കഴിയുമ്പോൾ വീണ്ടും അത് സങ്കീർണമായ നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോളിംഗ് ബൂത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന മോക്ക് പോളിംഗ് നടക്കുന്നുണ്ട്. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളൊക്കെ സജ്ജമാണ്, അത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് ആ ബീപ്പ് ശബ്ദമൊക്കെ കേൾക്കാം. ജനാധിപത്യത്തിൽ ഏറ്റവും രസമുള്ള ശബ്ദമെന്ന് നമ്മൾ പറയുന്നതാണ്. ആ ശബ്ദമൊക്കെ കേൾക്കാം. മെഷീനുകളൊക്കെ ഈ 2 ബൂത്തുകളിലും സജ്ജമാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാഷ്മി, അനുജ, ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ച് 75-ന് മുകളിൽ 75, 77 ഒക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇവിടുത്തെ ഒരു പോളിംഗ് പെർസെൻറ്റേജായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടത്, കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ത്രികോണ പോരാട്ടത്തിൻ്റെ തീപാറുന്ന രംഗങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും എന്നല്ല ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും പാലക്കാട് കാണുന്നത്. അതിൽ തന്നെ വിജയകുമാർ, ഇപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിന്റെ കാര്യം പറയുമ്പോൾ ചേലക്കരയിലും വയനാട്ടിലും ഒക്കെ സംഭവിച്ചത് എന്താണ് എന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഇവിടെ സ്ഥാനാർത്ഥികൾക്കുണ്ടോ? പാലക്കാട്ടും തീപാറുന്ന പ്രചാരണമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അടുത്തടുത്ത് വന്ന തെരഞ്ഞെടുപ്പുകളാണല്ലോ. അതെ, അത് ഒരു ആശങ്ക തന്നെയാണ് അനുജ, ഉറപ്പായും അത് ആശങ്ക തന്നെയാണ്. കാരണം ചേലക്കരയിൽ ചെറിയ തോതിൽ 3% കുറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ വലിയ തോതിൽ പോളിംഗ് ഇടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത്രയും ഒരു ഹെവി വെയിറ്റ് പോരാട്ടം, പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ അവിടെ മത്സരിക്കാൻ വന്നിട്ടും ആളുകളിൽ ഒരു നിസ്സംഗത ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ആ പോളിംഗ് ദിവസം കണ്ടത്.
അപ്പോൾ അത്തരമൊരു നിസ്സംഗത പാലക്കാട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഇതിൻ്റെ മുന്നണിയുടെ വാർ റൂമുകളിലൊക്കെ പ്രവർത്തിച്ചവരും ഒക്കെ ഇങ്ങനെ ആണയിട്ട് പറയുന്നത്. മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിക്കും. അപ്പോൾ ഇന്നലെയും ഒക്കെ ഇന്നലത്തെ പകൽ ഈ നിശബ്ദ പ്രചാരണ ദിവസം ഇവർ നടത്തിയ നീക്കങ്ങൾ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വളരെ ശക്തമായ ഇടപെടലാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. അത് ആ ശ്രമങ്ങൾ, മുന്നണികളുടെ ആ ശ്രമങ്ങൾ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സഹായകരമാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ. സഹായകരമായ മതിയാവുകയുള്ളൂ എങ്കിൽ മാത്രമേ ഈ പറയുന്ന പോളിംഗ് ശതമാനം, ഈ പറയുന്ന വിജയപരാജയ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണമെങ്കിൽ വോട്ടർമാർ പ്രേക്ഷകർ കാണുന്നത് മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ്. രാവിലെ 6 മണിക്ക് മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിലാണ് രാഹുൽ അവിടുത്തെ UDF സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ദർശനം നടത്തുന്നത്. അവിടെ കിളികളുടെ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം പാലക്കാടിൻ്റെ ഒരു ഗ്രാമീണ തനിമയുടെ ഒരു പ്രതീതി ആ ശബ്ദത്തിൽ തന്നെയുണ്ട്. UDF സ്ഥാനാർത്ഥി രാവിലെ ക്ഷേത്രത്തിൽ നടന്നു. അവിടെ മണപ്പുള്ളിക്കാവ് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതേ സ്കൂളിൽ തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെയും അതേ സ്കൂളിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി P സാറിൻ്റെ വോട്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ ഈ മണപ്പുള്ളിക്കാവിലെ ആ സ്കൂളിലെ ബൂത്ത് ഒരു VIP ബൂത്താണെന്ന് ഉറപ്പായും പറയാം. മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദർശനം നടത്തുന്നു. നമുക്കറിയാം ഇന്നലെ ഏറ്റവും ഒടുവിൽ വരെയും പുതിയ വിഷയങ്ങൾ വന്ന, അങ്ങനെ വിഷയങ്ങൾ ആഞ്ഞു കത്തിയ, രാഷ്ട്രീയം തിളച്ച പാലക്കാടൻ ദിവസങ്ങൾക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അവിടെ മോക്ക് പോളിംഗിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി പലയിടത്തും മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാനും കഴിയുന്നുണ്ട്. ശ്രീത്തോട് ചേരുന്നുണ്ട്. ശ്രീത്ത്, നമുക്ക് ഉറപ്പായും പറയാം പാലക്കാട് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ബൈ ഇലക്ഷനിൽ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വീറും വാശിയും ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. പോളിംഗ് ശതമാനം പരമാവധി ഉയരും എന്ന് മുന്നണികൾ ആണയിടുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. അത് സാധ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ രാവിലെ 6:10 ശ്രീത്ത്? ഹാഷ്മി, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ തോതിലെങ്കിലും എത്തിക്കാനുള്ള ശക്തമായ പ്രവർത്തനം എല്ലാ മുന്നണികളും നടത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2024 മറ്റും പോളിംഗ് 75.07% ഈ പാലക്കാട്ടെ പോളിംഗ്. അതിന് തുല്യമായ ഒരു പോളിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം, അതിനേക്കാൾ ഉയർന്ന പോളിംഗ് ഉണ്ടാകണം. കാരണം അത്രയ്ക്ക് വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം. BJPയും UDFും ഒപ്പം തന്നെ LDFും നേർക്കുനേർ പോരാടുന്ന പാലക്കാട് പോളിംഗ് ശതമാനം ഉയരേണ്ടത് എല്ലാ മുന്നണികളുടെയും ഒരുപോലെ ആവശ്യമാണ്. അപ്പോൾ പ്രചരണത്തിൽ കണ്ട വീറും വാശിയും അതേപടി വോട്ടെടുപ്പിലും പ്രകടമാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. മൊത്തം 184 ബൂത്തുകളാണ് ഈ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. ഏതാണ്ട് 1,94,706 വോട്ടർമാർ ഒരു 1.5 ലക്ഷത്തിനപ്പുറത്തേക്ക് പോളിംഗ് നടക്കണം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൂട്ടുന്നത്. CPMും അതോടൊപ്പം തന്നെ BJPയും ഒക്കെ UDF എല്ലാം കണക്കുകൂട്ടുന്നത് അങ്ങനെയാണ്. BJP താഴെത്തട്ടിൽ ഇന്നലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ശക്തമായ സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും കൽപ്പാത്തി, രാമനാഥപുരം, അതോടൊപ്പം തന്നെ നൂറണി അഗ്രഹാരം, ഈ മൂത്താന്തറ, വടക്കന്തറ തുടങ്ങിയ അവരുടെ സ്വാധീന മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സ്ക്വാഡ് പ്രവർത്തനം BJP നടത്തി. LDFും പരമാവധി ബൂത്തുകളിൽ എല്ലാ വീടുകളിലും ആളുകളെ എത്തിച്ച് വോട്ടെടുപ്പിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. UDFും സമാനമായ UDF ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ളൊരു സ്ക്വാഡ് പ്രവർത്തനമാണ് ഇവിടെ നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ഒരു പ്രതിഫലനം വോട്ടെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെടുപ്പിന് ഇനി ഏതാണ്ട് 50 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഈ വോട്ടെടുപ്പിൽ പാലക്കാട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പോളിംഗിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് എല്ലാ മുന്നണികളും ഒരുപോലെ പ്രകടിപ്പിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഈ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു വെല്ലുവിളിയായി മാറുമോ ഇത്തവണ എന്നുള്ളതാണ് മുന്നണികൾക്ക്. കാരണം 1,94,000-ലേറെ വോട്ടുകളുണ്ട്. അതിൽ തന്നെ 1,00,000-ലേറെ സ്ത്രീകളാണ്, വനിതാ വോട്ടർമാരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെയൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, എന്ത് വിഷയമാണ് ഈ സ്ത്രീകളുടെയൊക്കെ മനസ്സിലുള്ളത്? കാരണം നമ്മൾ പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ സ്ത്രീകളെ പോലെയൊക്കെയുള്ള വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് പതിഞ്ഞിട്ടുള്ളത്? അതിൽ സ്ത്രീകൾ മാത്രമല്ല, അതിൽ പുരുഷ വോട്ടർമാരുടെയും ഏതെങ്കിലും തരത്തിൽ കാര്യം ശരിയാണ്. ആദ്യ ദിവസം മുതൽ വലിയ വിവാദങ്ങളുണ്ടായി, രാഷ്ട്രീയ പോരുണ്ടായി. ആ രാഷ്ട്രീയ പോര് നമ്മൾ നിരന്തരമെന്നോളം ചർച്ച ചെയ്തു. നമ്മൾ ആ ദിവസങ്ങൾക്ക് രാഷ്ട്രീയ ചർച്ച നടത്തി ചാനലുകൾ. പക്ഷേ നമ്മൾ അവിടെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാലക്കാട്ടുകാരൻ അവിടുത്തെ വോട്ടർ വന്ന് ഇന്ന വിവാദത്തിൽ ഇന്ന കാര്യം എന്തായി എന്ന് നമ്മളോട് ചോദിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ഉറച്ച ബോധത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഇവരുടെ മനസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ, അതിൽ ക്യാരിഡ് ആകുമോ, അല്ലെങ്കിൽ അതിൽ സ്വാധീനിക്കപ്പെടുമോ, അതോ നേരത്തെ ഡിസൈഡഡ് ആണ് ആ വോട്ടർമാർ തുടങ്ങിയ ഒരുപിടി ചോദ്യങ്ങൾ പാലക്കാടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ വീറും വാശിയും നിറഞ്ഞ പ്രചരണകാലത്തിനൊടുവിൽ ജനം വലിയ ശതമാനത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ വയനാട് നമ്മൾ അസ്തമിച്ചത് കണ്ടതാണ്. വയനാടും സമാനമായ രീതിയിൽ അതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വലിയ
വാശി, വലിയ വീറും വാക്പോരൊക്കെ ഉണ്ടായതാണ് വയനാട്.